എടുക്കുന്ന ഫോട്ടോസ് എന്തായാലും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹൈക്കിംഗ് ഡ്രൈവ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഓഫാണ്. വെള്ളിയാഴ്ച ഇസ്രായേലിൽ എനിക്കൊരു 2 മണിക്കൂർ പുറത്തിറങ്ങാൻ കിട്ടും. അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴികളും പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും ഒരു ഹിസ്റ്റോറിക്കലായിട്ട് 2-3 പ്ലേസുകളുണ്ട്. പിന്നെ ഒരു റോക്ക് പാർക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാനും പിന്നെ കുറച്ചൊരു ബേർഡ് ഫോട്ടോഗ്രാഫിയും ക്യാമറ ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ബേർഡ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളെല്ലാം കൊണ്ട് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കൂടെ കൂടിക്കോ. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി നല്ല വാഗമനുണ്ട് കേട്ടോ മുകളിൽ അല്ലേ, പൂത്തിരിക്കുന്ന വാഗമൻ. പുറത്തിറങ്ങി ഏകദേശം 10 മണിയായപ്പോൾ റെഡിയായി നിൽക്കുന്നതാണ്. വീട്ടിൽ ആൾക്കാർ വരാൻ വേണ്ടി താമസിച്ച് നമ്മളിവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ റിലീവർ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുള്ള ആരെങ്കിലും നമുക്ക് പേഷ്യൻറ്റിനെ കൂടെ നിൽക്കണം. അല്ലാണ്ട് നമുക്ക് വെറുതെ അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി എന്താക്കാം, നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ കാഴ്ചകളിലേക്കൊക്കെ ഇങ്ങനെ പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്നൊരു സാധനം നമ്മുടെ റോസ്മേരി. ഇത് കണ്ടില്ലേ, റോഡ് സൈഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പാർക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതാണ് റോസ്മേരി ഇല്ലേ, ഒടുക്കത്തെ മണം കേട്ടോ. ഇത് കയ്യിലൊക്കെ പറ്റിയിട്ട് നടന്നു കഴിഞ്ഞാൽ സ്പ്രേയിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കണ്ടമാനമുണ്ട് കേട്ടോ, ലോങ്ങിൽ അങ്ങ് ദൂരെ കാണുന്നില്ലേ, അങ്ങ് ദൂരെ വരെ റോസ്മേരി ഉണ്ട്. അതുപോലെ തന്നെ മരങ്ങളും. ഇവിടെ ഇസ്രായേലിൻ്റെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും ഈ തണലിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഈ സമയത്ത്. അതുപോലെ നമുക്ക് എന്താക്കാം, കൂളായിട്ട് നടക്കാൻ പറ്റുന്നത്. നല്ല തണലാണ്, നടക്കുന്നതൊക്കെ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലല്ല വാഗ പൂത്ത് നിൽക്കുന്നു. അത് തന്നെ ഒരു നല്ല ഒരു കാഴ്ച കേട്ടോ. ഈ വാഗ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ലോങ്ങിൽ കണ്ടില്ലേ, വാഗ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് തന്നെ കാണാൻ വേണ്ടി നല്ലൊരു കാഴ്ചയാണ്. അതിനോടൊപ്പം റോസ്മേരിയുടെ പൂവ് കേട്ടോ, ഇതാണ് റോസ്മേരിൻ്റെ പൂവ്. ഓക്കെ, അതൊക്കെ അവിടെ ഇന്ന് കഥാപ്രസംഗം നടത്തുന്നില്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ ഒരു സാധനത്തിൻ്റെ പേര് നമ്മൾ ഇത് കണ്ടിട്ടില്ലേ, ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഇനി നമ്മുടെ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച കാണുന്നതിനൊപ്പം കുറച്ച് ബേർഡ് ഫോട്ടോഗ്രാഫിയും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ക്യാമറ അൺബോക്സിങ് ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആണല്ലോ. ബാഗിൽ എന്താ ഉള്ളത്, ബാഗിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം. എൻ്റെ ക്യാമറ ബാഗിനുള്ളിൽ ഒരു ടെലി ഫോട്ടോഗ്രാഫി ലെൻസ്, നമ്മുടെ സിഗ്മേൻ്റെ 150-600 ലെൻസ്, പിന്നെ ഒരു സോണീൻ്റെ ഒരു ക്യാമറ, ഇതെല്ലാം പൊതിഞ്ഞ് വെച്ചേക്കുവാണ്. പിന്നെ ഒരു 85 ലെൻസ്, പിന്നെ ക്ലീനർ നമ്മുടെ സാധനമില്ലേ എയർ, ആ സംഭവം. പിന്നെ കുറച്ച് ഫിൽറ്ററുകൾ, പിന്നെ ലെൻസ് ഇവിടെ ഇട്ടുണ്ട്. അത് ഞാനിങ്ങനെ താങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ട്രൈപ്പോഡ് എടുക്കാൻ മറന്നു. അപ്പോൾ അതൊരു താങ്ങി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നു. പിന്നെ അത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ സോക്സിലൊക്കെ നല്ല തണുപ്പ് കാര്യങ്ങളൊന്നും അടിച്ച് ഫംഗൽ കയറണ്ടെന്ന് വെച്ചിട്ട് സോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൂടി പതിപ്പിച്ച് വെച്ചേക്കാണ്. ഡ്രൈ ക്യാബിൻ വാങ്ങിച്ച് നമ്മൾ ജോലി മാറേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഡ്രൈ ക്യാബിൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ സോണി ക്യാമറ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ക്ലോസിംഗ് ആണ്. അതായത് നമ്മൾ ക്യാമറ ഓഫ് ആണെങ്കിൽ ഈ പറയുന്ന ഫ്രെയിം, അതായത് നമ്മുടെ ലെൻസിൻ്റെ മുമ്പിലുള്ള ഫ്രെയിം ക്ലോസ് ആകും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിഗ്മേൻ്റെ 150-600 ആണ്. അതിനകത്ത് തന്നെ ഞാൻ എന്താക്കി AF കൺവെർട്ടർ യൂസ് ചെയ്തിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, സോണി ലെൻസിൻ്റെ അത്ര പെർഫോമൻസ് ഇല്ലെങ്കിലും നമുക്ക് തൽക്കാലത്തേക്കുള്ള യൂസുകളൊക്കെ നടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി സംബന്ധമായ ചെറിയൊരു സെറ്റപ്പ്. ഒരു ചെറിയ ലെൻസും ഒരു സോണീൻ്റെ ഒരു ക്യാമറയും. ഞാൻ എന്താക്കാം, ഈ വീഡിയോൻ്റെ അവസാനം എന്തായാലും ഞാൻ ഇന്നെടുത്ത ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നല്ല ക്യാമറ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ അടിപൊളിയാണ്. അതായത് സോണീൻ്റെ A7 IV, പിന്നെ അതിൻ്റെ ലെൻസ് എന്ന് വരുന്നത് സോണി 150-600 ലെൻസും. എന്താ പറയുക, നമ്മുടെ യൂസിന് നല്ലതാണ്. അതായത് ഹെവിയാണ്, പക്ഷേ നമ്മുടെ യൂസിന് പക്കയാണ്. ഓട്ടോ ഫോക്കസിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അതായത് ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് പറ്റിയൊരു ലെൻസും ക്യാമറയായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണിത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെപ്പോളിയൻ ഹില്ലിലേക്കുള്ള യാത്ര പോവാം.
ക്യാമറ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇന്നത് വല്ല പക്ഷികളെ കിട്ടുവാണെങ്കിൽ പക്ഷികൾ ഫോട്ടോ എടുക്കാം. ഈ ഞാൻ കയറി പോകുന്ന ഈ വഴി നിങ്ങൾ കണ്ടോ, ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് കെട്ടി വെച്ച പോലെ പ്രകൃതിയാലുള്ളൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഫീലാണ്. ഇത് ഈ നല്ല നട്ടക്കണ്ട വെയിലും അതുപോലെ തന്നെ നല്ല ചൂടുമാണ്. അതുകൊണ്ട് എല്ലാം ഈ പറയുന്ന ഒരു മരുഭൂമി പോലെയാണ് കാണുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്താക്കാം, വല്ല പക്ഷികളെയോ നോക്കാം, ഫോട്ടോ കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ നെപ്പോളിയൻ വന്ന് തമ്പടിച്ചപ്പോൾ ഉള്ളൊരു കിണർ, ആ കിണർ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അടുത്ത് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡ് വാച്ചിങ് സെൻ്ററാണ്. അടിപൊളി സ്ഥലമാണ്, അത് അടിപൊളി സ്ഥലമാണ്. ഒരു ലേക്ക്, അതിൻ്റെ അടിയിൽ അത് സൈഡിലായിട്ട് ഒരു ബേർഡ് വാച്ചിങ് സെൻറ്റർ. ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ ഇങ്ങനെ ഉണങ്ങി പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് ഈ ഒരു ചെടികൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് ജൂയിഷ് ന്യൂ ഇയറിന് ഏകദേശം 2 ആഴ്ച മുമ്പ് മാത്രമാണ് ഈ ചെടി പുറത്തേക്ക് വരിക, വന്ന് പൂവിട്ട് നിൽക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പ് കാലം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവരുടെ ഒരു വിശ്വാസം കേട്ടോ. എന്നാലും ഈ പറയുന്ന പോലെ ഉണങ്ങി പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് നല്ല രസമുള്ളൊരു പൂവ്, കൊള്ളാം അല്ലേ. ഒടുക്കത്തെ വെയിലാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന വേറെ സാധനമുണ്ട്. അതായത് നമ്മുടെ ഈ കള്ളിമുൾച്ചെടിയില്ലേ, മരുഭൂമിയിൽ നമ്മൾ എങ്ങനെയായാലും കാണാൻ പറ്റുന്ന സാധനമാണ് കള്ളിമുൾച്ചെടികൾ. കണ്ടില്ലേ, ഈ ഒരു കള്ളിമുൾച്ചെടി കണ്ടോ, അതിനകത്ത് കായകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന കള്ളിമുൾച്ചെടി കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ കാ കണ്ടോ, ഇതാണ് കള്ളിമുൾച്ചെടീൻ്റെ കായ്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ടും അതുപോലെ തന്നെ ഒരു റീസൈക്ലിംഗ് എന്നുള്ള സിസ്റ്റത്തിൽ കാണുന്ന ഒരു സാധനമാണ് ഈ ഒരു ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു വള്ളി പോലെ ചെടി കണ്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ പൂവിടും. ഈ പൂവ് ഒരു പക്ഷി വന്ന് തിന്ന് ആ പക്ഷി അടുത്ത കള്ളിമുൾച്ചെടീൻ്റെ മുകളിൽ പോയി കാഷ്ടിക്കും. ആ കാഷ്ടം പിന്നെയും ആ കാഷ്ടത്തിൽ നിന്ന് എന്താക്കും, അതിൻ്റെ വിത്തുകളുണ്ടാവും, ഈ ഒരു വള്ളിയുടെ വിത്തുകളുണ്ടാവും. ആ വിത്തിൽ നിന്ന് എന്താക്കും, അടുത്ത ഇതേപോലത്തെ ചെറിയ ചെറിയ വള്ളിച്ചെടികൾ വന്ന് ഈ പറയുന്ന കള്ളിമുൾച്ചെടിയുടെ വെള്ളം വലിച്ചെടുത്ത് അത് വലുതായി അവസാനം ഈ കള്ളിമുൾച്ചെടീനെ കൊന്നുകളയും. ഭയങ്കര ഒരു റീസൈക്ലിംഗ് ആയിട്ടൊരു സിസ്റ്റമാണ്. കണ്ടില്ലേ, മരുഭൂമി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം നിറച്ചും ഈ പറയുന്ന പോലെ കള്ളിമുൾച്ചെടികളും അതിൻ്റെ വിത്തുകളും കായ്കളൊക്കെയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെപ്പോളിയൻ വന്നിട്ട് തമ്പടി സമയത്ത് ഇവിടെ ആകപ്പാടെ ബാക്കിയായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറാണ്. ആ കിണർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംരക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചുറ്റോട് ചുറ്റും ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു മതിലൊക്കെ കെട്ടി അത് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് കാണിക്കാൻ ഉള്ളതുണ്ട്. എന്താ വെച്ചാൽ അതിന് ഒരു കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നടുക്കൊരു വലിയ കാട്ടൊരു തടിയുണ്ട്. ഈ തടി കണ്ടോ, വലിയൊരു തടിയുണ്ട്. പിന്നെ പറ്റുന്നുണ്ട് ഇതിനകത്ത് അപ്പുറ സൈഡിൽ പോയാൽ കുറച്ചും കൂടെ കാണാൻ പറ്റും. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരു കിണറിൻ്റെ കാര്യം. ഈ ഒരു കിണറാണ് കേട്ടോ. അത് ഇതിനുള്ളിലേക്ക് ഉണ്ടോ ചെറിയൊരു പാത, അതായത് നടപ്പാത ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ചെറിയൊരു എന്താ പറയുക, ഒരു സ്പേസ് കാര്യങ്ങളുണ്ട്. ചെറിയൊരു അറയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു സ്ഥലമാണിത് കേട്ടോ. ഇത് കിണറാന്ന് പറയുന്നു. ഇത് ചെറിയൊരു അറയായിട്ട് ഉള്ളിലേക്ക് അടിയിൽ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് സംഭവമാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് ആപ്പാടെ നെപ്പോളിയൻ ഇവിടെ വന്നതിൻ്റെ, അതായത് നെപ്പോളിയൻ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെയും സിറിയയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെയും വന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ അത് വിജയകരമായി പരാജയപ്പെട്ടു. എന്നാൽ പോലും ആകപ്പാടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു കിണർ. പിന്നെ എന്താ പറയുക, ഇതിനൊക്കെ ഹില്ല് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ പറയുന്ന പേര് നെപ്പോളിയൻ ഹില്ല് എന്നാണ്. പക്ഷേ ഹില്ല് എന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഹില്ല് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇവർക്കെതിരെ ഹില്ലാണ്, നെപ്പോളിയൻ ഹില്ല്. സത്യം പറഞ്ഞ ഗായ്സ് എന്താണെന്ന് വെച്ചാൽ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഈ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ഈ ബീറ്റർ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. അതായത് നമ്മുടെ തേനീച്ചകളെ തിന്നുന്നൊരു പക്ഷിയുണ്ട്. ആ പക്ഷി നമ്മുടെ ഇവിടെ ഈ ഭാഗത്തേക്ക്, അതായത് ഇസ്രായേൽ ഭാഗം, എനിക്കൊന്ന് ആഫ്രിക്കയിലേക്കോ ഭാഗത്തേക്ക് ഈ തണുപ്പ് കാലം വരുന്ന സമയത്ത് ചൂടുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനെ കാണാൻ പറ്റി. അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇന്നെടുക്കുന്ന പിക്ചേഴ്സ് അല്ല ഞാൻ എൻ്റെ ടൈമിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന പിക്ചേഴ്സ് ഇവിടെ നിന്ന് തന്നെ ഞാൻ അതിനകത്ത് പിക്ചർ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക്
കാരണം നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെന്തായാലും നമ്മുടെ നെപ്പോളിയൻ ഹില്ലിനോട് വിട പറയുകയാണ്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. ഇനി നമുക്ക് അടുത്ത് കുറച്ച് ബേർഡ് വാച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു 3-4 ഒരു ലേക്ക്, ചെറിയൊരു ലേക്ക്, അതിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് ബേർഡ് വാച്ചിങ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്രയിലേക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും പക്ഷികളൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഇന്നെടുക്കുന്ന ഫോട്ടോസ് എന്തായാലും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ നോക്കി നോക്ക്. നല്ല ചൂടാണ്, ഒടുക്കത്തെ ചൂടാണ്. വെള്ളം കുടിക്കാൻ മറന്നുപോയി, വെള്ളം എടുക്കാനും മറന്നുപോയി. ഇനി പോകുന്ന വഴിക്ക് മറ്റേ നമ്മുടെ കുറ്റികളുണ്ടാവുമല്ലോ, അതായത് ഈ പോകുന്ന വഴിക്ക് ആൾക്കാർക്ക് കുടിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയ കുറ്റികളുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാം. പിന്നെ കുഴപ്പമില്ല. അയ്യോ ഒടുക്കത്തെ ചൂടാണ്. ഈ കാണുന്ന മരങ്ങൾ അത്തിമരമാണ് കേട്ടോ. ചെറിയ അത്തിക്ക കണ്ടില്ലേ, ചെറിയ ചെറിയ അത്തിക്കാകൾ നല്ല ചുമന്നിരിക്കുന്നു. നല്ല അടിപൊളിയുള്ള സാധനമാണ്. നമ്മുടെ നെപ്പോളിയൻ ഹില്ലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിനി അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബേർഡ് വാച്ചിങ് സെൻ്ററാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നല്ല ടാറിങ് റോഡ്, സൈക്കിൾ പോകാനുള്ള വഴി, ഇതിലൂടെ നടക്കാനുള്ള വഴി, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരു ചെറിയൊരു സീബ്ര ക്രോസ്. അവിടെ നിന്ന് ചലോ ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയ ലേക്ക്, അതിന് മുകളിൽ മൈനാസുകൾ അല്ലേ, മൈനകൾ പറന്നുപോയി പോട്ടെ, മൈനകളും. പിന്നെ ഇന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനുകളുള്ള, ആ ഓളം തട്ടുന്നതല്ല കേട്ടോ, അത് മീനുകളാണ് കേട്ടോ. മൊത്തം മീനാണ്, പിലോപ്പി പോലത്തെ മീനുകളാണ്. പിന്നെന്താ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താക്കാം, അത്യാവശ്യം മൈന, അതുപോലെ ഇതാ ഈ വരുന്നൊരു ചെറിയൊരു പക്ഷീനെ കണ്ടോ, അതുപോലത്തെ ചെറിയ ചെറിയ പക്ഷികൾ, അതിനെയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോഗ്രാഫി ഇവരുടെ കാണിക്കാൻ പറ്റും. കണ്ടില്ലേ, നമ്മളെ കണ്ട കാഴ്ചയല്ല, ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ഈ മീനുകളെ നോക്കി, ഈ ഒരു മീനുകൾ തന്നെ പോരെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. വന്നപ്പോൾ കണ്ട ഒരു അമ്മയും കുഞ്ഞും നോക്കിക്കോട്ടെ, ഇപ്പോൾ ഇങ്ങോട്ട് വരും ഒരു പക്ഷിയിൽ അമ്മയും കുഞ്ഞും. അതിന് പറയും ഇനിയുണ്ടോ, ഇതെന്താ സമ്മേളനം നടക്കുന്നുണ്ടോ ഇവിടെ എന്തെങ്കിലും? 1 2 3 നല്ല രസമായിട്ട് ഇതിൻ്റെ ഒച്ച കേൾക്കാൻ. കണ്ടില്ലേ, 3 ആൾ, അപ്പനും അമ്മയും കുഞ്ഞുമാണെന്ന് എൻ്റെ ബലമായ സംശയം. നിങ്ങൾക്കും അങ്ങനെ തന്നെ അനുമാനിക്കാം. അതെ, ഇങ്ങോട്ട് പോവാ. അവരങ്ങോട്ട് പോയി പണക്കത്തിലാന്ന് തോന്നുന്നു രണ്ടാളും. ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു ലേക്ക്. ആ ചെറിയ ലേക്കിൻ്റെ ഇവിടെയായിട്ട് ഇത്രയും മീനുകൾ, എന്തുമാത്രം മീനുകളാണ് നോക്കി. ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമ്മുടെ മനസ്സമാധാനമുണ്ട്. ഒരു ചെറിയൊരു നമ്മുടെ ജോലി ഭാരവും കാര്യങ്ങളെല്ലാം കുറഞ്ഞ് നമ്മുടെ മൈൻഡ് റിലാക്സ് ആകാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. അതിനോടൊപ്പം നമുക്ക് നല്ല 2-3 ഷോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അവിടെ ഇരിക്കുന്ന ആ പക്ഷീൻ്റെ ഒരു പിക്ക്, പിന്നെ അതേപോലെ തന്നെ ആ ഒരു പിക്ക്, ഇതൊക്കെ നമുക്ക് നല്ലൊരു പിക്ക് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. അതെന്തായാലും നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യേ, എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കേരളത്തിൽ കാണുന്ന പോലെ തന്നെ കേരളത്തിൽ മരങ്ങൾ മുറിച്ച് നശിപ്പിക്കുന്നു, ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ്. ഇനി അവിടെയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് സൈക്കിൾ പോകാനുള്ള 2 വരി പാതയാണ്. അതായത് സൈക്കിൾ പോകാനുള്ള പാതയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ, അതായത് ആ ഒരു വഴിക്കിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു സീബ്ര ക്രോസ്, നമ്മളിങ്ങനെ വരുമോ, സീബ്ര ക്രോസ് കിടക്കുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ പക്ഷികളുടെയൊക്കെ ഫോട്ടോ കാണാം. അവിടെ ഇരിക്കുന്നുണ്ടല്ലേ ബേർഡ് വാച്ചിങ് സെൻറ്റർ, ദ റോഷ് സ്വാപ്പർ, എന്ത് സാധനമാണെന്ന് അറിയില്ല, അതെന്തോ ഒരു ബോർഡ്. അതിന് കൂടുതൽ ബേർഡ് വാച്ചിങ് സെൻറ്റർ, പിന്നെ എന്തൊക്കെയൊക്കെയോ എംബ്ലങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നു. പിന്നെ ഈ സാധനം നമ്മുടെ നാട്ടിലുള്ളൊരു ചെടിയാണ്, കണ്ടില്ലേ, ആ ഒരു പൂവ് നമ്മുടെ നാട്ടിലുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടുതൽ ചെറിയൊരു പുഴയല്ല, ചെറിയൊരു വെള്ളക്കെട്ട്. പക്ഷേ ഇതിനകത്ത് മീനുകളുണ്ട് കേട്ടോ, കണ്ടില്ലേ, ഇതിനകത്ത് മീനുകളും കാര്യങ്ങളും ഇഷ്ടംമാതിരി ഉണ്ട്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ സൈലൻ്റ് ആയിരിക്കണം, വീടിന് വാച്ച് ചെയ്യണം, ഫീഡ് ഡോഗിനെ കൊണ്ടുപോകാൻ പാടില്ല, സൈക്കിളിന് കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ പിന്നെ കച്ചറയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ആയിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബേർഡ് വാച്ചിങ് സെൻറ്ററിൻ്റെ പോയിൻറ്റുകൾ, കണ്ടില്ലേ,
കയറി കാണിച്ചു തരാം. ഇതുപോലെയായിരിക്കും ഓരോ ബേർഡ് വാച്ചിങ് സെൻറ്ററിന് പോയിന്റുകൾ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെ പക്ഷികളാണെന്നുള്ളതും എന്തൊക്കെ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് തോട്ടിൽ നോക്കിയ മീൻ, താറാവ്, ആമയുണ്ട്, നമ്മുടെ പൊന്മാനുണ്ട്, കീരി, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെടി പക്ഷി, പിന്നെ ചെറിയ ചെറിയ പക്ഷികൾ, നമ്മുടെ അങ്ങനത്തെ പക്ഷികൾ, തത്ത, ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, ശരി, ആയിക്കോട്ടെ, കണ്ടേക്കാം. പിന്നെ ഇവിടെ വരുന്നത് ചിലപ്പോൾ ഇവിടെ എന്താണ് മെയിൻ ഹൈലൈറ്റ് എന്ന് എനിക്കറിയില്ല. ഇവിടെ കണ്ടില്ലേ, ചിലപ്പോൾ ചെറിയ ചെറിയ പക്ഷി അവിടെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ പക്ഷി അവിടെ ഇരിക്കുന്നുണ്ടോ? ഇതുപോലുള്ള കാഴ്ചകളായിരിക്കും ഇവിടെയുള്ള മെയിനായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. പക്ഷേ പീസ്ഫുള്ളാണ്. അതായത് ആരും ഒച്ചപ്പാടോ ബഹളമോ ഒന്നുമില്ലാതെ. ഇപ്പം ഞാൻ വന്നപ്പോഴാണ് ഇവിടെ ഒച്ചപ്പാടും ബഹളവും ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ശല്യമാവുള്ളൂ. അല്ലാണ്ട് ഇവർ ഫുള്ള് മൈൻഡ് റിലാക്സ് ചെയ്ത് ഈ പറയുന്ന പോലെ ബേർഡ് വാച്ചിങ്ങോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഫോട്ടോഗ്രാഫി മാത്രമല്ല, അവരത് എൻജോയ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, എല്ലാ ഭാഗത്തേക്കും ഉണ്ട് കേട്ടോ. നമുക്ക് മെയിൻ പോയിൻ്റ് ഉണ്ട്. ആ മെയിൻ പോയിന്റിലേക്ക് ഞാൻ സ്ഥിരം വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ആളുകളുണ്ടെങ്കിൽ എൻ്റെ വർത്തമാനത്തിൻ്റെ അളവ് കുറയും എന്നതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഒന്ന് പോയി നോക്കട്ടെ. ഇതല്ലേ, ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ബേർഡ് വാച്ചിങ് സെൻറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടൊരു പക്ഷിയില്ലേ, അതിനെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ആളുണ്ട്. ഞാൻ സൗണ്ട് ഇപ്പോൾ നോക്കട്ടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചേട്ടൻ നന്നായിട്ടിരുന്നിട്ട്, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്, മൂപ്പര് നന്നായിട്ടിരുന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടും പിന്നെ അപ്പോൾ മൂപ്പർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്നോർത്ത് നമ്മൾ അടുത്ത സെൻറ്ററിലേക്ക് പോകാമെന്ന് വെച്ചു. അതായത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഒന്നുമില്ല. അടുത്ത സെൻറ്ററിൽ പോകുമ്പോൾ അടുത്ത ആൾക്ക് ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് രണ്ടും ഉണ്ട്. ഒന്ന് ഫോട്ടോഗ്രാഫി, ഒന്ന് എന്തിനും കിട്ടുമെന്ന് നോക്കട്ടെ. അല്ലേ, ഇതേപോലെ ഹൈഡായി നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും കേട്ടോ ഈ ബേർഡ് വാച്ചിങ് സെൻറ്ററിലുള്ളത്. അവിടെ നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ളൊരു ചെറിയ സംവിധാനവും അതുപോലെ തന്നെ നമുക്ക് ബേർഡ്സിനെ വാച്ച് ചെയ്യാനുള്ളൊരു സ്പേസ്. അയ്യോ, പറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പക്ഷികൾ നമുക്ക് എന്താക്കും, നമ്മൾ കാണാതെ നമുക്ക് അവരെ വലിയ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ നമുക്ക് പിക്കുകൾ എടുക്കാൻ സാധിക്കും. അതിനായിട്ടാണ് ഈ ബേർഡ് വാച്ചിങ് സെൻറ്ററിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നടക്കണില്ലേ ചെറിയൊരു ലേക്ക്, ആ ലേക്ക് എന്താ ഈ പറയുന്ന പോലെ ഈ പക്ഷികൾക്ക് വരാനും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അത് അടിപൊളി സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ടൈം എൻ്റെ പുറത്തിറങ്ങാനുള്ള ടൈം ഈ സമയമായതുകൊണ്ടാണ്. ഏകദേശം ഒരു വൈകുന്നേരം സമയം വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബേർഡ്സ്, അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ബേർഡ്സ് എല്ലാം ആക്റ്റീവ് ആയിരിക്കും. എനിക്കങ്ങനെ ചില സമയങ്ങളിൽ മാത്രമേ എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒന്ന് പുറത്ത് നേരത്തെ രാവിലെ ഇറങ്ങാനും വൈകുന്നേരം ഇറങ്ങാനും അങ്ങനെയുള്ള ടൈം കിട്ടുള്ളൂ. എനിക്ക് മെയിനായിട്ട് ഈ ഉച്ച സമയത്തായിരിക്കും വീട്ടിൽ ആൾ വരിക. അപ്പോൾ ആ സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം കുറച്ച് കുറവായതുകൊണ്ടും ഇപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ ഒരു പക്ഷീനെ പോലും കാണാനില്ല എന്നാണ് ഒരു നഗ്നമായ സത്യം. ഈ പറയുന്ന പോണ്ടും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, കുറച്ച് സമയം വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ എന്താണ്ടില്ലേ, ഇതിന് ചുറ്റുമുള്ള മരങ്ങൾ, അതിനെല്ലാം ഒരു വെള്ളമായും കിട്ടും. പല പല ഗുണങ്ങളാണ്. ഭയങ്കര എന്താ പറയുക, ഐഡിയോളജി ആയിട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അടുത്ത ബേർഡ് വാച്ചിങ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം ഇരിക്കണം. എന്താ വെച്ചാൽ മൊത്തത്തിൽ ഇങ്ങനെ വേഗം പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന് ക്ഷമയില്ല, ഇവന് ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അതുകൊണ്ടല്ല, എനിക്ക് ആകെപ്പാടെ ഉള്ളത് 2 മണിക്കൂർ ടൈമാണ്. ആ ടൈമിൽ നിങ്ങളെ കാണിക്കുകയും ചെയ്യണം. അതിനിടെ കുറച്ച് എൻ്റേതായ കുറച്ച് എൻ്റർടൈൻമെൻറ്റിൽ കുറച്ച് പിക്ചേഴ്സ് എടുക്കണം. അതൊക്കെ കൊണ്ടാട്ടോ ഇങ്ങനെ ഓടി പോയിക്കുന്നത്. എന്നാലും ഈ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് എൻ്റേതായ എന്താ പറയുക പ്രൈവസി ടൈമിൽ
ഞാനത് എൻ്റെ വീഡിയോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഞാൻ അടുത്ത ഷോട്ടിലേക്ക് ഞാൻ വരുന്നത് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇവിടുന്ന് നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ഓടുവാന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഈ ഒരു സ്ഥലത്തോടും വിട പറയുകയാണ്. കാരണം നമുക്ക് പോകണം, ജോലി ചെയ്യണം, ഇല്ല പൈസ കിട്ടണം, പൈസ കിട്ടിയിട്ട് വേണം ബാക്കി നാട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ടി ഇവിടുന്നും നമ്മൾ ഇറങ്ങി തിരിച്ച് വളഞ്ഞ് വരുമ്പോൾ ഈ ഒരു സാധനം എന്തായാലും ഒരു ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ വെള്ളം കുടിക്കാനുള്ള ഇല്ലേ, തണുത്ത വെള്ളം ആയിരിക്കണേ. കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പുള്ള വെള്ളമാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു സാധനം വളരെ വലിയൊരു ഗുണമുള്ളൊരു സാധനം കേട്ടോ. അങ്ങനെ നമ്മുടെ ബേർഡ് വാച്ചിങ് പരിപാടികൾ ഏകദേശം അവസാനിപ്പിക്കുന്ന സമയമായി. കാരണം വെച്ചാൽ സമയം സമാഗതമായി എന്ന് പറയാം. അപ്പോൾ പക്ഷേ നമുക്ക് കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം കൂടെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബേർഡ് വാച്ച് സെൻറ്ററിനോട് ബൈ ബൈ പറയാം. ഇനി പോകുന്ന വഴിക്ക് കിട്ടുന്ന പക്ഷികളൊക്കെ എടുത്തെടുത്ത് പോവാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം തികയില്ല ഈ 2 മണിക്കൂറിൽ. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നവരാണെങ്കിൽ ഓക്കെ, അതിനൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് തികയും. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സമയം, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല. അതിനകത്ത് നമ്മൾ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് കുറച്ച് ക്ഷമ എന്ന് പറഞ്ഞ സാധനം നല്ല രീതിയാണ്. ഞാനൊരു വലിയൊരു ഫോട്ടോഗ്രാഫർ അല്ല, എന്നാൽ പോലും ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് കേട്ടോ. നമുക്കെന്തായാലും അടുത്തൊരു പോയിന്റിലേക്ക് പോവാം കേട്ടോ. അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയൊരു മില്ലാണ്. അതായത് വെള്ളത്തിൻ്റെ പവർ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു മില്ല്. ഓക്കെ, അത് പണ്ട് ഒരു യാർക്കോ എന്ന് പറയുന്ന നദിയുണ്ട് ഇവിടെ. ആ യാർക്കോ നദീൻ്റെ വെള്ളത്തിൻ്റെ പവർ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു മില്ലാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ അപ്പുറത്ത് താമസക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ ഈ യാർക്കോ നദിയിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാം ഇവിടുന്ന് കുടിയൊഴിഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയിൽ വന്നിരുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മില്ലാണ്. മില്ല് അത് കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തർ കണ്ടങ്ങ് പോവാം. തിരിച്ചെത്തുമ്പോഴത്തേക്കും ജോലി ഉണ്ടായാൽ മതിയായിരുന്നു. ഈ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് ഈ യാർക്കോ നദി നദിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയ സംഭവമാണ് മീൻപിടുത്തം. ഓക്കെ, അല്ലേ, പ്രായമുള്ളവരും കുട്ടികളും എല്ലാവരും വന്ന് ഇങ്ങനെ മീൻ പിടിക്കുന്നത്. പണ്ടും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഓക്കെ, ഞാൻ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞ മില്ല്. പണ്ടത്തെ ഒരു മില്ലാണ് ഇത്. ഈ ഒരു എന്താ പറയുക, വർക്ക് ചെയ്തതാണ്. അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് നടന്നിട്ട് ഇത് മാറ്റി പണിതാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോകും. പക്ഷെ അവിടെ ഒരു ട്രെഡ്മില്ലും കാര്യങ്ങളും, അതായത് പവർ കൺട്രോൾ ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെറിയൊരു പ്രൊപ്പല്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സിസ്റ്റമാണ്. ഒരു പഴയൊരു മില്ല്. ഇത് ഹിസ്റ്റോറിക്കലായിട്ടൊരു മില്ലാണ്. പിന്നെ ഇത് കണ്ടില്ലേ, അതായത് പെണ്ണുപിള്ള മിണ്ടായിരിക്കുമോ. However, 2 walls of the domes were restored using sandstones in order to give the building its original look. ഈ ഒരു സാധനത്തിനെ കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇവിടെ എല്ലാം പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുത്തോ. എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വലിയ അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതല്ലേ മീൻപിടുത്തം. ആ ഭാഗം കൂടെ കാണിച്ചു തരാം. അതായത് ഇതിലൂടെ വെള്ളം വന്നിട്ടാണ് ആ ഒരു ജലചക്രത്തിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒക്കെയാണ് ഈ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം കൊള്ളാം. ഓരോ തലയെ ഓരോ ഐഡിയയെ. പക്ഷേ ഈ ഒരു യാർക്കോ നദീൻ്റെ വെള്ളം കയറിയ വകയിലാണ് ഇവിടെയുള്ള ആൾക്കാർ മൊത്തം മാർക്കേണ്ടി വന്നത്. അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. അതായത് കുറച്ച് വീടിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഒരു ചെറിയ മക്കളൊക്കെയാണ് വന്ന് ചൂണ്ടിടുന്നത്. അത് ഇവിടുത്തെ വെള്ളിയാഴ്ച ശനിയാഴ്ച, അതായത് ശബാത്ത് ദിവസങ്ങളിൽ ഇവിടുത്തെ മെയിൻ പരിപാടി, ഇവരുടെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് പണ്ട് ഈ യാർക്കോ നദീൻ്റെ വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഇതും ഈ ഭാഗമൊക്കെ ആയിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു നദിയിൽ വെള്ളം കയറിയ സമയത്ത് ഇവർക്ക് ഇവിടുന്ന് മാറി താമസിക്കേണ്ടതും ഇവരുടെ വീടും കിടപ്പാടങ്ങളെല്ലാം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിക്കുകയും ചെയ്തു.
അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മില്ലും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, അവിടെ കുറേ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നു പറഞ്ഞില്ലേ, അതായത് ഏകദേശം ഇതേപോലെയായിരുന്നു അതുണ്ടായിരുന്നത്. അവിടെ ഈ കാണുന്ന സ്ഥലമാണ് ഈ കാണുന്ന പോലെ ആയേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഉള്ളിലേക്ക് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റുന്ന പക്ഷികളെയും കാര്യങ്ങളൊക്കെ പിടിച്ചങ്ങ് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇസ്രായേലിലെ ഈ പറയുന്ന പ്രകൃതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ സംരക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പാർക്ക്, ഇതൊരു പാർക്കാണ്. ഇത് എല്ലാ ഭാഗത്തും ഉള്ളൊരു പാർക്ക് പോലത്തെ ഒരു പാർക്കാണ്. പക്ഷേ കണ്ടില്ലേ, ഇവിടെ കണ്ടമാനം മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കാണ്. ആ മരങ്ങളുടെ തണലിൽ ഈ ചെറിയ ചെറിയ തൈകൾ, അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ ചെടികളും കാര്യങ്ങളെല്ലാം വളരുകയും ചെയ്യും. അപ്പോൾ അത് ഒരു മണ്ണിന് തണുപ്പും കിട്ടും. അത് കൂടുതൽ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഈ മരങ്ങളുടെ ചുവട്ടിൽ വന്ന ആൾക്കാർക്ക് ഇരുന്ന് മറ്റ് ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സമയം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കാണിക്കാനുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വലിയൊരു ഡാമാണ്, ഒരു ചെറിയൊരു തടാകം. അതായത് ചെറിയ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു തടാകം. ഇതാണ് എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫി പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇതും ഈ ഒരു നല്ലൊരു രസമാണ്. അതിൻ്റെ കണ്ടില്ലേ ഈന്തപ്പനകൾ കായ്ച്ചു കിടക്കുന്നുണ്ടല്ലേ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ ദൂരെ കാണുന്നതാണ് കുറേ ബോട്ടുകളുണ്ടല്ലേ. അതിനകത്ത് നമുക്ക് രണ്ടിലായിട്ട് നമുക്ക് പോവുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം വലിയൊരു ബലൂൺ കണ്ടോ, പൈസ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി ഒന്ന് ആകാശ സഞ്ചാരം നടത്താം. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിനകത്തൊരു റൗണ്ട് അടിക്കാം. പിന്നെ ആ ഒരു തടാകത്തിൻ്റെ സൈഡിലോട്ടുള്ള വഴിയാണ് കേട്ടത്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംമാതിരി ചെടികൾ കാണാൻ പറ്റും. മരങ്ങൾ വെച്ച് പിടിച്ചേക്കുന്ന മരങ്ങളാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഇവർ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചേക്കുന്ന സാധനങ്ങളിൽ അനാറ് നല്ലൊരു കാഴ്ച കിട്ടുന്നൊരു സാധനമാണ് അനാറ്. കണ്ടില്ലേ, അനാറ്. ഇതിൽ ഏത് സീസൺ കഴിഞ്ഞാന്ന് തോന്നുന്നു. എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇത് മൊത്തം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് കുലച്ച് കിടന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അത്തിപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇത് നമ്മൾ അപ്പുറത്ത് കണ്ടിരുന്നു കേട്ടോ. അത്തിപ്പഴം നമുക്ക് അപ്പുറത്ത് കണ്ടിരുന്നു. ഇതൊക്കെ അനാറുകളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ തടാകം വരുന്നത്. ചെടികൾ, മരങ്ങൾ, മരത്തിൻ്റെ ഇടയ്ക്ക് കുറേ ആളുകൾ, സ്ത്രീകൾ. പിന്നെ കണ്ടില്ലേ പുതിയ ചെടികൾ വെച്ചേക്കുന്നുണ്ടല്ലേ. ഈ പുതിയ ചെടികൾ വെച്ചേക്കുന്ന സ്ഥലങ്ങൾ മൊത്തം ഒലീവ്സാണ് കേട്ടോ. ആ ചെറിയ സൈഡിൽ വെച്ചേക്കുന്ന ചെടികളില്ലേ, അത് മൊത്തം ഒലീവ്സാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോത്തുംപുല്ല് എന്ന് പറയുന്ന സാധനം, പോത്ത് തിന്നുന്ന പുല്ല്, അതായത് പോത്തും പുല്ല് എന്ന് പറയുന്ന സാധനം, അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഈ പറയുന്ന ഒലിവ് മരങ്ങൾക്കൊരു തണുപ്പാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു പച്ചപ്പ് കിട്ടുകയും ചെയ്യും മൊത്തത്തിൽ. അതങ്ങനെ ഒരു സിസ്റ്റം. ഇതിങ്ങനെ നീണ്ടു തുറന്ന് നടക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഫോട്ടോഗ്രാഫി പോയിന്റുകൾ. അതായത് എല്ലാ ദിവസവും ഞാൻ വെള്ളിയാഴ്ചകളിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ഞാൻ മെയിനായിട്ട് വരുന്നത്. നെപ്പോളിയൻ ഹിൽ അങ്ങനെയൊന്നും ഞാൻ പോകില്ല. മെയിനായിട്ട് ഞാൻ വരുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇതല്ലേ, ഇത് മൊത്തം ഒലീവ് മരങ്ങളാണ് ഈ വെച്ചേക്കുന്നത്. പിന്നെ അങ്ങ് ദൂരെ കണ്ടാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അവിടെ 2 പ്രണയ ദമ്പതിമാർ ഇരുന്ന് കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ ആ ഭാഗം ഞാൻ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെറിയ കുൽസിത പ്രവർത്തനങ്ങൾ ഇവിടെ ഇതൊക്കെ കോമൺ ആണ്. നമുക്കിങ്ങനെ പല സീനുകളും പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് ക്യാമറയിൽ പകർത്താൻ നിൽക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെവളക്കട്ടിക്ക് അടിയും കിട്ടുന്നതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് നിൽക്കുന്നില്ല. നമ്മൾ കാണുക, ആസ്വദിക്കുക, നമ്മൾ നടന്ന് മുന്നോട്ട് പോവുക. അതാണ് നമുക്ക് ആകെപ്പാടെ ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, നമുക്ക് നമ്മുടെ പക്ഷികളിലേക്കും പക്ഷി മൃഗാദികളിലേക്കും നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അതായത് നിങ്ങൾ കാണാം ഈ മുകളിൽ കൂടെ പക്ഷികൾ പറന്ന് നടക്കുന്നതാണ്. ആ പക്ഷികൾ ശരിക്കും ഇവിടെ മൈനകളാട്ടോ. മൈന നമ്മുടെ മൈന ആ മൈനകളും പ്രാവുകളൊക്കെയാണ് ഇവിടെ കണ്ടില്ലേ വെച്ചേക്കുന്ന. മൊത്തം ഒലിവിൻ്റെ മരങ്ങളാണ്. ഇത് കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ പറിച്ചുകൊണ്ട് വന്നിട്ട് വെച്ചേക്കുന്നതാണ്.
സിസ്റ്റമൊക്കെ അടിപൊളിയാണ്, സിസ്റ്റങ്ങളൊക്കെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാട് ഫീലാണ്. നമ്മുടെ ഈ ഇടതൂർന്ന് വരുന്ന മരം അങ്ങനത്തെ അല്ല, നമ്മുടെ ഈ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ ഉള്ള മരങ്ങളില്ലേ, അതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യാൻ പറ്റുന്ന കാടുകളാണ്. എനിക്ക് ശരിക്കും ഒരു കാട് പോലെ തോന്നില്ലേ, ആ ഒരു സംഭവം ഇവിടെയും നമുക്ക് കിട്ടും. ഇവിടെ ഒരു ഫോറസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ സർക്കാർ അല്ലെങ്കിൽ മറ്റേ മന്ത്രിമാർ അല്ലെങ്കിൽ മറ്റേ നമ്മൾ ഭരിക്കുന്നവർ പൈസ ഉണ്ടാക്കും, ബാക്കിയുള്ളവരെ മുന്നിൽ തിരിച്ച് വീട്ടിലിരിക്കുന്ന അവസ്ഥയല്ല. ബാക്കിയുള്ളവർക്കും ഈ പറയുന്ന പോലെ പുറത്തിറങ്ങാനും അവരുടെ എൻ്റർടൈൻമെൻറ്റ് സമയങ്ങളിൽ വിനോദപരമായ സമയങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് ഒരു ഫാമിലി പുറത്ത് വന്ന് ഇവിടെ ഇതിൻ്റെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ അവസരങ്ങൾ ഗവൺമെൻറ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലാണ്ട് നാട്ടുകാർ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, ഗവൺമെൻറ്റായിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല ഓപ്പോസിറ്റ് ആണല്ലോ. ഗവൺമെൻറ് നാട്ടുകാരെന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിക്കുക, അങ്ങനത്തെ സിസ്റ്റം ആണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫൈനലിൽ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റോക്ക് പാർക്കാണ്. പക്ഷേ എനിക്കറിയില്ല ഇന്നത്തെ വീഡിയോ ഇത് 2 പാർട്ടായിട്ടാണോ വരിക അതോ ഒരു പാർട്ടിൽ നിന്ന് ഇടാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്ര ഒരു 2 മണിക്കൂറിൽ ഏകദേശം കണ്ടിന്യൂ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് ഉണ്ടാവും. എത്രത്തോളം കട്ട് ചെയ്ത് കളഞ്ഞ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെക്കൻഡ് പാർട്ടിലാണ് വരുന്നതെങ്കിൽ അതും കൂടി നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നല്ല വേർത്ത് കുളിച്ച് ചാവാനായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഈ ഒരു വിഷ്വൽ, അതായത് ഈ ഒരു ഭാഗം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കണ്ടോ, ഇതാണ് റോക്ക് പാർക്ക്. അതായത് പാറകൾ കൊണ്ട് നമ്മുടെ എല്ലാവിധ രാജ്യങ്ങളിലും ഉള്ള എല്ലാവിധ ഐറ്റംസും ഉള്ള എല്ലാ ടൈപ്പും ഉള്ള പാറകൾ കൊണ്ട് ഉണ്ടാക്കിയ സ്ഥലം. ഇത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സ്ഥലങ്ങളിൽ നിന്നും, അതായത് ലോകത്തുള്ള ഓൾമോസ്റ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം കല്ലുകൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിച്ചേക്കുവാണ്. അത് ഓൾമോസ്റ്റ് എല്ലാവിധ കല്ലുകളുണ്ട്. അതൊന്നും മൊത്തം കാണിച്ച് തരാനുള്ള സമയം ഉണ്ടാവും എന്നറിയില്ല, എന്നാൽ പോലും കാണിക്കാൻ പറ്റുന്നത്ര കാണിച്ചു തരാം. പിന്നെ അടിപൊളി സ്ഥലമാണ്, കണ്ടില്ലേ? ബേക്കറി കണ്ടില്ലേ? വിശാല സുന്ദരമായൊരു മൈതാനം. ഈ വിശാല സുന്ദരമായ മൈതാനത്തിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഈ വഴിയൊന്നും ഇതൊന്നും അല്ല കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 3 കൊല്ലമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ വെള്ളിയാഴ്ച ഞാൻ പുറത്തിറങ്ങും എന്നല്ല കേട്ടോ പറയുന്നത്. ഞാൻ പുറത്തിറങ്ങുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ എടുക്കുന്നൊരു അല്ലെങ്കിൽ വരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ നല്ലൊരു കാഴ്ചയുണ്ട്. ഒരു തത്ത അല്ലെങ്കിൽ ഒരുപാട് തത്തകൾ വന്നിട്ടുണ്ട്. ആ തത്തകളെല്ലാം ഓരോ കൊലകളുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ പിക് കൂടി എടുക്കട്ടെ ഞാൻ. അതാ ഈ കാണുന്ന പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതായത് പക്ഷേ വഴി ഇതാ അവിടെയാണ്, അതിലൂടെയാണ് ശരിക്കും വഴി. ഞാൻ പിന്നെ വന്ന് ഇതൊരു ശീലമായതുകൊണ്ട് ഈ പാർക്കിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ആ മെയിൻ എൻട്രൻസിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നമുക്കതിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഈ പുറമേ നിന്ന് കാണുമ്പോൾ ആപ്പടി മൈതാനം അത്രേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാണല്ലോ വിവരിക്കാൻ പറ്റാത്തത്ര അടിപൊളിയാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുമോ അതിന്. ഇവിടെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം മൈനയാണ്. മൈന. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ റോക്ക് പാർക്ക്. കണ്ടില്ലേ, സൈക്കിൾ കൊണ്ട് പോകാൻ പറ്റില്ല, നടന്ന് കടന്നു പോകും. ഓക്കെ, ഉള്ളിലേക്ക് കടന്നു പോയാൽ പക്ഷേ നിങ്ങൾ ആ ഗേറ്റിൻ്റെ സിസ്റ്റം തന്നെ ശ്രദ്ധിച്ചോ. അതായത് നോക്കി, കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടൊരു സിസ്റ്റം. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉഷാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, നമ്മളിങ്ങനെ വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ സമയത്ത് നമ്മൾ ആ കാണുന്ന സംഭവം ദൂരെ ഉള്ള കുറേ അറേഞ്ച്മെൻറ്റ്സ്, പാറക്കല്ലുകൾ അറേഞ്ച് ചെയ്തേക്കുന്ന പല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്, പിന്നെ ബുഷുകൾ, അതായത് ചെടികൾ വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന രീതികൾ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്കൊരു മൂലയ്ക്ക് നിന്ന് മെല്ലെ അങ്ങ് പോവാം. ഓക്കെ, ഓരോ ടൈപ്പിലുള്ള കല്ലുകളാണ്, അതായത് ഓരോ സ്ഥലത്തുള്ള ഓരോ ടൈപ്പിലുള്ള കല്ലുകൾ. അപ്പോൾ അതിൻ്റെ എന്താണ് ആ കല്ലെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയ ബോർഡുകളിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കാൻ കണക്കിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്തൊന്നും കിടക്കുന്നില്ല. ഓക്കെ, നമുക്ക് ആ ഒരു മെയിനായിട്ട് അതിന് സെൻറ്ററിലൊരു സ്ഥലം കാണുന്നില്ലേ, അവിടെ പോയിട്ട് നമുക്ക് ഇപ്പോഴേക്കുള്ള കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോവാം. കണ്ടില്ലേ, ഒരു പച്ചപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയാണെങ്കിൽ പോലും ഇത് മൊത്തത്തിലൊരു പച്ചപ്പ്
വിരിച്ചുണ്ടാക്കി വെച്ചേക്കുവാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മരുഭൂമിയുള്ള സിസ്റ്റത്തിൽ വിചാരിക്കുവാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായൊരു ചിന്താഗതിയാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ കാണുന്ന പോലെ തന്നെ നല്ല ഹരിതാപവും പച്ചപ്പൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കുറ്റം പറയുന്ന ഒരേ പോലെയല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ രാജ്യം ഹരിതാപം, അതായത് അവരുടെ കാലാവസ്ഥയെ സംരക്ഷിക്കാൻ കാലാവസ്ഥ എന്താ പറയുക, അതായത് ഇവിടുത്തെ രാജ്യം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും കാലാവസ്ഥ അങ്ങനെ ആ ഒരു കാലാവസ്ഥ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇവർ വലുതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ എൻ്റെ ബേക്കിൽ കാണുന്ന ഈ ഒരു സാധനം, ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു കേട്ടോ. ഇതിന് കുറേ ഹിസ്റ്ററികളുണ്ട്. അതായത് ഈ എന്താ പറയുക, നമ്മുടെ അന്യഗ്രഹ ജീവികളുടെ എയർപോർട്ടെന്നും അങ്ങനെ പല 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 ഐതിഹ്യങ്ങളുള്ള ഒരു സ്ഥലമാണിത്. ഇതുപോലെ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരിക്കാം, പക്ഷേ ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് റിയൽ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, നേർത്ത കല്ലുകളാണ്, നേർത്ത കല്ലുകളും ഒക്കെ ആയിട്ട് കറക്റ്റ് ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ അതിൻ്റെ നടുക്കൊരു സ്റ്റെപ്പ്, നടുക്കൊരു ശരിക്കും പറഞ്ഞൊരു ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ എന്തോ വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്ത, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു സംഭവം. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ്. ഹൈ കത്തകൾ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ കുറച്ച് റിയൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഈ കാണുന്നത് മൊത്തം കള്ളിമുൾ ചെടികളുടെ ഒരു ഉദ്യാനം. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കാട് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നൊരു ഭാഗം. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ചെടികളുണ്ട്, മരങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലുകൾ, അതായത് ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് പച്ചപ്പ്, അതായത് കണ്ടില്ലേ നല്ല രീതിയിൽ പച്ചപ്പിനെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്, സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇത് മെയിനായിട്ട് റോക്ക് പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവിധ കല്ലുകളും ഉണ്ട്, അത്ര തന്നെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ സറൗണ്ടിങ് ചിത്രങ്ങൾ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഈ കള്ളിമുൾച്ചെടികളുടെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കുറേ കാലം മുമ്പ് നമ്മൾ ഈ മറ്റേ പാർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഈ കള്ളിമുൾച്ചെടികളും അതിൻ്റെ ഒരു നഴ്സറി ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വഴികളുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു മൈതാനമുണ്ട്, പിന്നെ ചെറിയ റോസേൻ്റെ ഒരു ചെറിയ പാർക്കുണ്ട്. അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് പിന്നെയും ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ റോക്ക് പാർക്കിൻ്റെ ആ ഒരു സിസ്റ്റമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലേ, വെള്ളം ഒഴുകി 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 ചാലായതുപോലെ പാറകളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധാ കല്ലുകളായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വന്നിരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. വേറെ ഒന്നുമല്ല, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി. ഒരു പക്ഷി കണ്ടില്ലേ ചാടി ചാടി നടക്കുന്നു. അത് വിട്ടു, ഞാൻ അതിന് പുറകെ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന പോലെ എന്തോ ഒരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ ഇതിനകത്ത് മീനുണ്ട്, പശുവുണ്ട്, പട്ടിയുണ്ട്, അതായത് പിന്നെന്തെന്നാ മറ്റേ എന്തോ കുക്ക് ചെയ്യുന്ന പോലത്തെ എന്തോ സംഭവമുണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചിത്രങ്ങൾ. ഇതെന്ത് സാധനം എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ പറയട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു 3-4 പശുക്കളും ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ എന്തോ സംഭവങ്ങൾ. പിന്നെ ഇതിന് ചുറ്റും പിന്നെ ഏതൊക്കെയോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നേക്കുന്ന കുറച്ച് ചരിത്ര അവശിഷ്ട കല്ലുകൾ, കൂത്തുപണിയൊക്കെ ഉള്ള ഏതെങ്കിലും ബിൽഡിങ്ങിൽ നിന്ന് അതിൻ്റെ അവശിഷ്ടമായിട്ട് കിട്ടിയതായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ അടിപൊളിയാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് മൊത്തം ഓറഞ്ചുകളാട്ടോ. ഈ 2 സൈഡിലും കാണുന്നത് ഓറഞ്ച് മരങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് ഒരു ചെറിയ രസമായിട്ട് കാണാൻ കണക്കിനുള്ളൊരു സാധനം കണ്ടില്ലേ.
ചെറുതൊന്നല്ല കേട്ടോ, അത്യാവശ്യം നല്ല ഇത് കണ്ടോ നിങ്ങൾ, ഈ മൂല മുതൽ ആ മൂല വരെ റീഫ്രഷിംഗ് ആണ്. അതായത് വെള്ളം ഇവിടെ വരുന്നു, റീഫ്രഷ് ആവുന്നു, തിരിച്ച് ഇതിന് ഈ മറ്റേ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അടിപൊളിയാണ്. ഓ, ഇവിടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റ്, നല്ല തണുപ്പും. അടിപൊളി. റോക്ക് പാർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഞാനിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു അറേഞ്ച്മെൻറ്റ്സാണ്, അതായത് പാറ കൊണ്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സാണ്. പക്ഷേ ഇതിനകത്തുള്ള ഹൈലൈറ്റിലായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഒരു കല്ലുകൾ വെച്ചേക്കുന്ന രീതി, അല്ലെങ്കിൽ ഈ ഒരു കല്ലുകൾ ഇവിടെ ഉണ്ടായ ഒരു രീതി, അതിനെ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ഉണ്ടല്ലേ, രണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക് ഓടൊരു വഴി ഇതാ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ രണ്ട് കല്ലുകൾ കുത്തനെ വെച്ചേക്കുന്നു, അതിൻ്റെ ഇടയ്ക്കൊരു ഒലിവ് മരം. ഇവിടെ വന്നപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് ഒലിവ് മരം കാണിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇതാണ് ഒലിവ് മരം ആൻഡ് ഒലിവ് കാ. കഴിച്ചു കഴിഞ്ഞാൽ നല്ല കമർപ്പ്, ഉപ്പിലിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ കമർത്ത് ചത്തുപോകും. ഓക്കെ, ഇതാണ് ഒലിവ് കാ കേട്ടോ. ഒലിവ് കാലുണ്ട്. പിന്നെ ആ മരം കണ്ടോ നിങ്ങൾ, എത്ര വർഷം പഴക്കമുള്ള മരമായിരിക്കും അത് അല്ലേ, വളഞ്ഞൊടിഞ്ഞ്. ഇത് എല്ലാം ഓൾമോസ്റ്റ് ഒലിവ് മരങ്ങളെല്ലാം ഷേപ്പ് ഇതല്ലേ ആയിരിക്കും കേട്ടോ, നേരെ സ്ട്രെയിറ്റ് ആയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല ഒലിവ് കാ. ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമർപ്പാണ്, ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വായ ഒരുമാതിരി കണകണേ എന്ന് പറഞ്ഞിരിക്കും. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ വെണ്ണക്കല്ലിനെ ഒരു തൂടിൻ്റെ മുകളിൽ കുത്തി വെച്ചേക്കുന്നു. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതും ആ രണ്ട് പാറയും പിന്നെ ഈ വഴി കയറി വരുന്ന വഴിയുമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നിങ്ങൾ പാറയും കണ്ടു, ഒലിവ് കായും കണ്ടു, എൻ്റെ വായും കുളമായി. അപ്പോൾ ചെറിയൊരു ആശ്വാസം. അടിപൊളി. പിന്നെ നമുക്ക് ഇസ്രായേലിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മുടെ കുറുനരി കക്കരുത്. ആ സാധനമില്ലേ, ആ സാധനം, അത് നായ്ക്കുറുക്കൻ എന്നൊക്കെ പറയുന്നത് കുറുനരിയല്ല, ക്ഷമിക്കണം, നായ്ക്കുറുക്കൻ. ഈ സാധനമാണ് നായ്ക്കുറുക്കൻ. കണ്ടില്ലേ, ആ ഒരു പോകുന്ന സാധനമാണ് നായ്ക്കുറുക്കൻ. പട്ടിയാണോ? അല്ല. കുറുക്കനാണോ? അല്ല. പിന്നെ എന്തോ ഒരു സാധനം. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ കുടുംബക്കാരുണ്ടല്ലോ. പോണോ? വേണ്ട, വെറുതെ കടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് അല്ലാണ്ട് പോകേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ, പിന്നെ റോക്ക് പാർക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്ഷൻ വരുന്ന സാധനം വെച്ചാൽ എല്ലാം മരച്ചുവട്ടുകളിലും ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഈ പാറകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, ഇതൊക്കെ എന്ത് സാധനമാണ്, ഒരു മരത്തിൻ്റെ കഷ്ണം പോലെ ഉണ്ട്, പക്ഷേ പാറയാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഷേപ്പ് നോക്കി, ഒരു മരം പോലെ ഇരിക്കുന്ന പാറകൾ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നോ എന്തോ. പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടില്ലേ, പണ്ടത്തെ ഏറ്റവും വലിയ നാണയം എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം, നടുക്ക് ഹോളിലായിട്ടുള്ള. പിന്നെ വെണ്ണക്കല്ലുകൾ. പിന്നെ ഈ നായ്ക്കുറുക്കൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, അല്ലേ, അതിൻ്റെ അടിയിൽ നിൽക്കുന്നു കണ്ടേ, അതാ പോകും, അതാണ്ട് പോകും. ഓക്കെ, പിന്നെ മരങ്ങൾ, ഇരിക്കാനുള്ള സംവിധാനങ്ങൾ. പിന്നെ ഇതെന്തെന്നാ, തുരിശ് കല്ലോ, നീലിച്ചിരിക്കുന്നു. ഇതെന്ത് കല്ലാന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ കളർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് നീലക്കല്ല്, അല്ലെങ്കിൽ ആകാശ നീലക്കല്ല്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. നല്ല ഷേപ്പുള്ള കല്ലാണ് കേട്ടോ. അത് നോക്കി, ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതായത് ഒരു പച്ച, ഒരു ആകാശ നീല, അതിൻ്റെ ഉള്ളിൽ ചുമപ്പ് കണ്ടോ, ആകാശ നീലക്കല്ല്, അതിൻ്റെ മുകളിൽ ചുമപ്പ്. അടിപൊളി. പിന്നെ ആ ഒരു ഇതിൻ്റെ ഷേപ്പ് നോക്കി, ഒരു വിഗ്രഹം പോലെ ഉണ്ട്. അടിപൊളി. പിന്നെ അങ്ങനെ അതൊക്കെയാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്ക് പാർക്കിൻ്റെ കാഴ്ചകൾ. ഇങ്ങനത്തെ കല്ലുകൾ അറേഞ്ച് ചെയ്തിട്ട്, അതായത് പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത്, പല ടൈപ്പിലുള്ള കല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലമാണ് റോക്ക് പാർക്ക്. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ ഈ കല്ലുകൾ അറേഞ്ച് ചെയ്തതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ടും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തണലും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടാവും. നല്ല ചുമന്ന
പെയിൻ്റ് അടിച്ച പോലത്തെ കല്ലുകൾ ചെത്തി എടുത്തതാണ് കേട്ടോ. അതിൻ്റെ മുകളിലെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ നല്ല ചുവലക്കല്ല്. പിന്നെ ഇതൊക്കെ എന്ത് ടൈപ്പ് കല്ലുകളാണെന്ന് ആർക്കറിയാം. കുറേ കല്ലുകളുണ്ട്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ കുറേ കല്ലുകളെക്കുറിച്ച് ഒന്നെങ്കിൽ എന്തൊക്കെയാണ് ഈ കല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ ഇത് പറയണം, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം ഞാൻ ആ കല്ല് ഈ കല്ല് മറ്റേ കല്ല് മറിച്ച് കല്ലെന്ന് പറയുന്നതിനുണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, ഈ കണ്ട കാഴ്ചകളൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ജോലി ബാക്കി ഉണ്ടോ എന്നൊക്കെ നോക്കി. എനിക്ക് ഇനി കല്ലുകളെക്കുറിച്ചൊന്നും പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ കല്ലുകളുടെ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ഈ കല്ലുകളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ കൊണ്ട് കാര്യം ഉണ്ടാവും. പക്ഷേ എന്നെപ്പോലുള്ള സാധാരണക്കാരൻ ഈ കല്ല് കാണുമ്പോൾ അതിൽ കുറേ ഓട്ടകളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് മറ്റേ വെണ്ണക്കല്ലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിയാമെന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ കാണാൻ രസമാണ്, കണ്ടു നടക്കാൻ രസമാണ്. പിന്നെ ഈ ഒരു റോക്ക് പാർക്കിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു കൊല്ലം മുമ്പ് അത് ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കയറി കണ്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ റോക്ക് പാർക്കിനോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സും നല്ല തണുപ്പുമാണ്. വീഡിയോ ഒക്കെ നല്ല വീഡിയോ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വെയിലത്ത് വീഡിയോ ചെയ്ത് തളർന്നു പോവുകയാണ്. അതിനിടയ്ക്ക് ഏകദേശം ഒരു നല്ല ക്യാമറയ്ക്കും ലെൻസിനും കൂടെ തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട്. പിന്നെ വെള്ളം എടുത്തിട്ടില്ല. അങ്ങനത്തെയൊക്കെ ആവുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ തളർന്നു വന്ന് പോകുന്നത്. പിന്നെ ആകെപ്പാടെ നമുക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. ഈ ഒരു 2 മണിക്കൂറിൽ നമുക്ക് കവർ ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് അല്ല എല്ലാ ഭാഗങ്ങളും ഈ പറയുന്ന പോലെ തന്നെ പോയ സ്ഥലങ്ങളിൽ ഓടിപ്പാഞ്ഞ് വന്നു എന്നല്ലാണ്ട് ഈ നമ്മുടെ വ്യക്തമായിട്ടുള്ളൊരു ഒരു എൻ്റർടൈൻമെൻറ്റ്, അതായത് നമുക്ക് എനിക്ക് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം. ആ ഫോട്ടോഗ്രാഫീനെ കറക്റ്റായിട്ട് ചെയ്യാനുള്ളൊരു നമുക്കിത് ഗ്യാപ്പ് കിട്ടൂല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നിങ്ങളെയും കാണിക്കണം, എനിക്കും കാണണം, കുറച്ച് നേരം എൻ്റെ ഫോട്ടോഗ്രാഫിയും പരിപാടി നടത്തണം എന്നൊക്കെ ഉദ്ദേശിച്ച് ചെയ്തൊരു ചെറിയ വീഡിയോയാണിത്. അപ്പോൾ വീട്ടിൽ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 2-2.5 മണിക്കൂറായി. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ജോലി ബാക്കി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം, അല്ലെങ്കിൽ വയനാട് വന്ന് വയനാട്ടിലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഫോട്ടോ പിടിക്കാൻ വന്നിട്ട് പക്ഷികളൊന്നും കണ്ടില്ല എന്ന് ആരും പറയരുത്. 2 താറാവുകൾ, ഭാര്യയും ഭർത്താവുമാണ്. അതിൻ്റെ അഹങ്കാരം അവർക്ക് നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇറങ്ങിപ്പോടാ വെള്ളത്തിലേക്ക്.